ഇന്നത്തെ വീഡിയോ ഞാൻ ചോക്ലേറ്റ് ലവേഴ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ചോക്കോ ലാവ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു മോൾഡും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ കേക്ക് ആക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ട മോൾഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബോളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബൗള് ഞാൻ എടുത്തത് ഈ ഒരു സൈസിലുള്ള കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോ ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ എടുത്താല് അതിനനുസരിച്ചിട്ടുള്ള മോൾഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ മോൾഡ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കി നോക്കാം. അപ്പൊ അലുമിനിയം ഫോയിൽ ഞാനിവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമുക്ക് ഏത് മോൾഡാണോ നമ്മൾ എടുക്കുന്നത്, മീൻസ് ഞാനിവിടെ ഈ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ നടുക്ക് വെച്ചിട്ട് ഇതിന്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. എന്നിട്ട് ഇവിടെ എത്രയാണോ നമ്മൾ ഗ്യാപ്പ് ഇട്ടുള്ളത് ആ ഒരു ഗ്യാപ്പ് തന്നെ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ, ഇതാണ് നമ്മുടെ മോൾഡിന്റെ ആ ഒരു സൈസ് കിട്ടേണ്ടത്. അപ്പൊ ഇതുപോലെ ഒരു 2 ഷീറ്റും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇതേ അളവില്. അപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഈ ബൗൾ ഇതിൽ വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. അതിന് ശേഷം ഇങ്ങനെ ഈ എക്സ്ട്രാ വരുന്ന സാധനമൊക്കെ ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ചു കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ടൈറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഗ്ലാസ് ബൗള് ഇതിൽ നിന്ന് നീക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ റൗണ്ട് കിട്ടിയ ഭാഗം കറക്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം. ഇത് നമ്മൾ ഈ കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഈ ബൗൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആ ഷേപ്പിലേക്ക് തന്നെ കറക്റ്റ് വരും. നോക്കിയാല് നമ്മുടെ മോൾഡ് ഇവിടെ റെഡിയാണ്. കണ്ടോ, ഇതാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന മോൾഡ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തില്ലേ നമ്മള്. അപ്പൊ മോൾഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന്റെ ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇവിടെ ഞാനിവിടെ ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഡാർക്ക് ഫാന്റസി കമ്പനിയായിട്ട് കോൺട്രാക്റ്റിലാണെന്നൊന്നും വിചാരിക്കരുത്. കാരണം ഈ ഒരു ബിസ്ക്കറ്റ് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാല്, ഇതിന്റെ ഉള്ളിലത്തെ ആ ചോക്ലേറ്റ് ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് മാത്രം പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും വേണമെങ്കിലും എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇവിടെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ആദ്യം പൊട്ടിച്ചിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്.
ഈ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ ഇല്ലാതെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ ആ ഒരു കേക്കിന്റെ ആ ഒരു സ്ട്രക്ചർ ശരിക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഇന്ന് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മള് പാലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേറെ ഇൻഗ്രീഡിയന്റ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി പാല് യൂസ് ചെയ്തിട്ട് ആദ്യം ജാറിലേക്ക് ഞാൻ കുറച്ച് പാലിട്ടിട്ട് മെല്ലനെ നമ്മൾ ഈ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പൊ ലാസ്റ്റ് അതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നന്നായിട്ട് തന്നെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നോർമൽ കേക്കിന്റെ അത്ര തിക്നെസ് വേണ്ട, കുറച്ച് ലൂസായിട്ട്, പക്ഷെ ഒരുപാട് ലൂസായി പോകരുത്. അപ്പൊ ഇത് ഇനി നമ്മള് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മോൾഡ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നെയ്യ് വെച്ചിട്ടാണ് ഉള്ളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത്. കുറച്ചവിടെ ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാല് നമ്മളിവിടെ ചോക്കോ ലാവ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ കയ്യില് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ലാവയായിട്ട് ഇങ്ങനെ ഒഴുകി വരാൻ വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് എന്റെ ഹെർഷീസിന്റെ ഈ കിസ്സസ് ആണുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ അവൈലബിൾ, ഡയറി മിൽക്ക് ആണെങ്കിലും എന്തെന്നാണെങ്കിലും ആ ചോക്ലേറ്റ് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഈ ഹെർഷീസിന്റെ ചോക്ലേറ്റ് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ എന്റെ ഹെർഷീസിന്റെ ആ ചോക്ലേറ്റ് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട്. അത് ഡിപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയത്. അപ്പൊ ഇവിടെ ഞാൻ 4 ഇത് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് മെല്ലെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ചോക്ലേറ്റ് എല്ലാം വെച്ചതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ ബാക്കിയുള്ള നമ്മുടെ ബാറ്റർ അതിന്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ കടായി എടുക്കുന്നെങ്കിൽ ഈ സ്റ്റാൻഡ് വെക്കുന്നതിന്റെ അടിയിൽ കുറച്ച് ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ അനഡൈസ്ഡ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ കോട്ടിങ് പോകുന്ന പ്രശ്നമൊന്നുമില്ല ചൂടാവുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ കടായി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ മോൾഡ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അടപ്പ് നന്നായിട്ട് മൂടിക്കൊടുക്കാം, ചൂട് പുറത്തേക്ക് വരാത്ത രീതിയിൽ. അപ്പൊ എൻ്റെ ഈ അടപ്പിന് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ചുരുട്ടിയിട്ട് വെച്ചു കൊടുക്കാണ്, പുറത്തേക്ക് എയർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനി നമുക്കൊരു 20 മിനിറ്റ്സിലേക്കാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് നോക്കി നോക്കാം ഇത് ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ചോക്കോ ലാവ കേക്ക് 20 മിനിറ്റ്സിന് ശേഷം ഞാൻ എടുത്തപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് കേക്കായിട്ട് വന്നിട്ട് നടുഭാഗം കുറച്ചൊന്ന് കുഴിഞ്ഞിട്ടുണ്ടാവുക. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ലാവ കട്ട് ചെയ്യുമ്പം ഒഴുകുക. അപ്പൊ ആ ഭാഗം സെറ്റായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അത് ആ ഒരു രീതിയിൽ ഉണ്ടാവുമ്പോഴാണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിന് ഞാൻ ഡീമോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ മോൾഡ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ലാവ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ ഡീമോൾഡ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മുടെ ചോക്കോ ലാവ കേക്ക് ഇവിടെ ഞാൻ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ആ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ പറയാൻ വിട്ടൊരു കാര്യം, നിങ്ങൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മോൾഡ് ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ച് താഴെക്കണം. കാരണം കേക്ക് പൊന്താനുള്ള ഒരു സ്ഥലം കൊടുക്കണം. അപ്പൊ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ലാവ ഇങ്ങനെ ഒഴുകി വരുന്നത് എന്നുള്ളത്.
അപ്പൊ ചോക്കോ ലാവ കേക്ക് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. ഇവിടെ ലാവയൊക്കെ ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ബൈറ്റ് കഴിച്ചു നോക്കട്ടെ. എന്താ പറയണ്ടെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഒരു ഹെവനിലെത്തിയൊരു ഫീലാണ്. എല്ലാരും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ലാവ കേക്കൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നില്ലേ വീഡിയോ കണ്ടിട്ട്? അപ്പോൾ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതിന് ശേഷം പെട്ടെന്ന് ലാവ കേക്ക് ഉണ്ടാക്കാൻ ഓടിക്കോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.